ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 3:05 ആയിട്ടുണ്ട് കേട്ടോ. 3 മണിയാകുമ്പോൾ എണീറ്റിന് 3:05 ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സമയം 3:05. എന്തിനാ ഇത്ര അവർ എണീറ്റതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആഗസ്റ്റ് 14. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോകുകയാണ്. നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണ് പോയതെന്നല്ല. അത് നമ്മൾ കൊണ്ടുപോയിട്ട് പോവാണ്. അപ്പോൾ 4 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് എത്തണം കേട്ടോ. അപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു, ഭയങ്കര തണുപ്പ്. എനിക്ക് തണുപ്പൊട്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇനിയിപ്പം കുളിക്കണം. അപ്പോൾ ഏട്ടനെയും ഒരു 3:45 റെഡിയായി വരും. അപ്പോഴത്തേക്ക് ഞാനും വേഗം റെഡി ആവട്ടെ. വലിയ കുളിക്കണം. തണുപ്പത്ത് കുളിക്കേണ്ട കാര്യം വിചാരിക്കുമ്പോൾ തന്നെ മടിയാവുന്നുണ്ട്. എന്നാലും കുളിക്കണം. നമ്മളൊരു അമ്പലത്തിലും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കൾ നല്ല ഉറക്കാണ്. അമ്മമ്മയുണ്ട്, അമ്മമ്മയും ഉറക്കാണ്. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് കൃത്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ അവരും കൂട്ടി കിടക്കാൻ പറഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ഇനിയിപ്പം എന്തായാലും പോകുമ്പോൾ ആ വിശേഷങ്ങൾ കാണിച്ചു തരാം. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ ഇതാ കുപ്പിയിൽ വെള്ളമെല്ലാം നിറക്കുന്നുണ്ട്. ഒരു 2 കുപ്പി വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിക്കണ്ടല്ലോ, നമ്മൾ കൊണ്ടുവന്ന വെള്ളം തന്നെ കുടിക്കാമല്ലോ. ഒരുങ്ങാൻ പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏട്ടമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ എന്നെ പോയിട്ട് വാന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടമ്മേനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതല്ല ടെസ്റ്റ്, ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇതാ നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന ആൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നെഞ്ചുവേദനയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടൂറിന് പോയെടുത്തുന്ന കുറച്ച് വിഷമവും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ പോകാൻ റെഡിയായി. ഒരു 3:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. 4 മണിയാകുമ്പോൾ നമുക്ക് നമ്മളെ ടൗണിലെത്തണം. അവിടെയാണ് ബസ് വരിക. അപ്പോൾ പ്രതിയാട്ടൻ എണീറ്റിട്ടുണ്ട്. വാതിലെല്ലാം അടച്ചിട്ട് കിടക്കും. അപ്പുറത്ത് അമ്മയും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം അമ്മയോട് പറഞ്ഞിന് നമ്മൾ രാവിലെ പോവും, അമ്മേനെ വിളിക്കുന്നില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അമ്മ നമ്മൾ പോകുന്നതിന് മുന്നേ എണീറ്റ് ലൈറ്റെല്ലാം ഇട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയോട് കിടന്നോന്നും പറഞ്ഞിട്ട് നമ്മളിതാ പോവുമെന്ന്. നടന്നിട്ട് വേണം പോവാൻ ടൗണിലേക്ക്. അപ്പോൾ ജിഷ്ണേച്ചിയും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്കൂടെ ജിഷ്ണേച്ചിനെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ ദൂരെ നിന്ന് മന്ദം നടന്നു വരുന്നുണ്ട് ജിഷ്ണേച്ചി. പിന്നെ ഇരുട്ടായത് കൊണ്ട് തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ പോകാനൊരു പേടിയെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ധൈര്യം സംഭരിച്ച് പോയി. പോകുന്ന വഴിയിൽ നമ്മളെ ഓരോ ഫ്രണ്ട്സിനെയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് ഓരോ ആൾക്കാരുടെ വീടും. അങ്ങനെ നമ്മൾ ഒരു 5-6 ആളാണ് ചുഴലി ടൗണിലേക്ക് പോകുന്നത്. ബാക്കിയുള്ളവർ തന്നെ വഴിയിൽ നിന്ന് വണ്ടിയിൽ കയറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആണ്. ഞാൻ പരമാവധി ചുരുക്കി ഒരു 10-20 മിനിറ്റിനുള്ളിലായിട്ട് ഒരു പാർട്ടാക്കാം. സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ശാന്തേച്ചിയും ഗിരിജേച്ചിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചുഴലി ടൗണിലേക്ക് നടക്കുമെന്ന്. അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ആരും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല രാവിലെ പോകേണ്ടത് വിചാരിച്ചിട്ട്. അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്കെല്ലാം എല്ലാവരും എണീറ്റിട്ടുണ്ടായിന്. ചെറിയ ആൾക്കാർ അതിന് മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നമ്മളെ വിജനമായ ചുഴലി ടൗൺ കണ്ട. അങ്ങനെ നമ്മളെ വണ്ടിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അനീഷേട്ടൻ ഇതാ വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട്. അനീഷേട്ടൻ്റെ രേഖേച്ചിനെ ഇവിടെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ രേഖേച്ചി വരുമ്പോൾ തന്നെ വണ്ടിയിൽ കയറിയിട്ടാണ് വന്നതിന്. അങ്ങനെ പിന്നെ നമ്മളും വണ്ടിയിൽ കയറി. നമ്മൾ 14 ആളാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ആർക്കെങ്കിലും ടൂർ പോകണമെങ്കിൽ അനീഷേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി കാഴ്ചകളെല്ലാം കാണിച്ച് തിരിച്ചു കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ എല്ലാവരും വണ്ടിയിൽ കയറി സീറ്റെല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മുന്നിലിരുന്നിട്ടുണ്ടായിനി, പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം പുറകിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറകിലിരുന്നാൽ ഒരു ഗുണമുണ്ട്, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട. എല്ലാവരെയും നമുക്ക് പുറകിലിരുന്നാൽ കാണാൻ പറ്റും. പിന്നെ ചെറിയ കുലുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, എന്നാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മൾ കളിചിരികളും തമാശകളുമായിട്ട് നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നു. 3 മണിക്ക് എണീറ്റതുകൊണ്ടായിരിക്കും വലിയ ഉറക്കൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ തമാശയും കാര്യമെല്ലാം പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ മക്കളെയൊന്നും കൂട്ടാണ്ട് പോയതെന്ന്. മക്കൾക്ക് എല്ലാവർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ആരെയും കൂട്ടിയിട്ടില്ല. അവരെ കൂട്ടിയിട്ട് പോകാൻ നമുക്ക് ഇനി അവസരം ഉണ്ടല്ലോ. അപ്പോൾ അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ചു. അടിപൊളി ട്രിപ്പായിരുന്നു. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അത് സത്യത്തിൽ അടിപൊളി ട്രിപ്പായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 4 മണിക്കേ പോയതാണെങ്കിൽ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ആ ചുരം കയറുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഛർദീൻ്റെ ടെൻഡൻസി എല്ലാം വന്നതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്നിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ കുറേ സമയം ആയേരം നമുക്കെല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടി തോന്നി. ലാസ്റ്റ് തപ്പി നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഉടുപ്പി റെസ്റ്റോറൻ്റാണ് കേട്ടോ, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ കയറിയിരുന്നു. എല്ലാവരും ഫുഡെല്ലാം ഓർഡർ ചെയ്യാൻ തുടങ്ങി. മസാല ദോശ, പൂരി, അപ്പം, അങ്ങനെ വെറൈറ്റി വിഭവങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനെന്തായാലും മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അപ്പവും പൂരിയൊന്നും എനിക്ക് തിന്നാൻ തോന്നിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നെയ് റോസ്റ്റ് അങ്ങനെ നടിയുണ്ടായേ. അങ്ങനെ ഇതാ ഓരോരാളെ വിഭവങ്ങളും എത്തിയിട്ടുണ്ട്.
പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചില ആൾക്കാർ വാങ്ങിയത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചില ആൾക്ക് ചില ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് ശീലമായിട്ട് നമുക്ക് വേറൊരു നാട്ടിൽ പോയി കഴിയുമ്പം അവിടുത്തെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉഴുന്നുവടി മസാല ദോശയാണ് വാങ്ങിയത്. അതെന്തായാലും ഫുള്ളായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് കുറച്ചും കൂടെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂറോളം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പം 4 മണിക്ക് ഇറങ്ങിയാലല്ലേ നമ്മളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കെങ്കിലും എത്തുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അത്ര വേഗം തന്നെ ഇറങ്ങിയത്. ലേറ്റായി പോകുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ച് വരാനും ലേറ്റ് ആവൂലേ. അങ്ങനെ ഇതാ എല്ലാവരും വർത്താനെല്ലാം പറഞ്ഞ് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഇതെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മെമ്മറി അല്ലേ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒഴിവാക്കാണ്ട് ഫുള്ള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫുള്ളും ഇടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു 4-5 വ്ളോഗാക്കേണ്ടി വരും. അത്രയും വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2 വീഡിയോയിൽ ഒതുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് വീട്ടിലാക്കിയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനല്ല, എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ. പ്രതിയാട്ടം വീട്ടിലുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും എണീറ്റോ കുളിച്ചോ റെഡിയായോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. പോണ വഴിയിൽ പിന്നെ ആനയുള്ള ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ആനേനെ തപ്പിക്കൊണ്ടിരിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം ഒരു ആനേനെ കണ്ടു കിട്ടി. അത് പക്ഷേ ഈ കാട്ടാനയെല്ലാം തോന്നുന്നു കേട്ടോ. ഈ തടിയെല്ലാം വലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങാനും അവർ വളർത്തുന്ന ആനയാണെന്നാണ് തോന്നുന്നത്. അത് ശരിക്കും എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ ആനേനെ തപ്പി ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. റോഡുമ്മേൽ ആനപ്പിണ്ടം കാണുന്നുണ്ട്, പക്ഷെ ആനേനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കി കുറേ സമയം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചു. അപ്പോൾ അതാ പോകുന്ന ഒരു ആന, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഒന്നല്ല, അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു ചെറിയ ആനയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ആനേനെല്ലാം കണ്ടിട്ടുണ്ടായിനി. പിന്നെ അതാ വീണ്ടും ആന, 1 2 3 ആനയെങ്ങാനുണ്ട് കേട്ടോ അവിടെ. ഞാൻ ആദ്യം പെട്ടെന്ന് പാറയാണെന്നാണ് വിചാരിച്ചത് ദൂരത്തുനിന്ന്, പക്ഷെ അത് ആനയായിരുന്നു. എന്തായാലും ക്യാമറ ഓൺ ചെയ്ത് വെച്ചതുകൊണ്ട് എന്തായാലും ആനേനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാനിനെയും കുരങ്ങനെയൊന്നും അങ്ങനെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പം പിന്നെ നമ്മളിങ്ങനെ പൂക്കൾ കാണാൻ തുടങ്ങി. പല കളറിലുള്ള പൂക്കളായിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി, ഓറഞ്ച്, മഞ്ഞ, പിന്നെ അതുപോലെ വാടാമല്ലി, പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് സൂര്യകാന്തികൾ, അങ്ങനെയെല്ലാമായിരുന്നു ആദ്യം കണ്ടത്. പിന്നെ ആകാശം നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. എന്നാൽ ഞാൻ പണ്ട് എൻ്റെ പഴയ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയലുണ്ട്, എനിക്ക് ഇതുപോലെ ആകാശം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സമയം ഞാനത് ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഏരിയ ഫുള്ള് ഈ വണ്ടിയിലിരുന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഫുള്ള് കൃഷിയും കാര്യങ്ങളും, വാഴക്കൃഷി, അതുപോലെ ചെറിയുള്ളി, പിന്നെ ചോളം, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഓരോരോ പിന്നെ കൃഷികളാണ് സൈഡിൽ ഫുള്ള് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കൗതുകമല്ലേ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമ്മളിങ്ങനെ മാറി നോക്കിക്കൊണ്ട് കാഴ്ചകൾ കാണുവാനേ. അപ്പം നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് വാ.
വസന്ത ഒരുക്കിയ ഗുണ്ടൽപേട്ടിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സത്യം തന്നെയാണ് കേട്ടോ. ഒരു നമ്മളെ മനസ്സിനൊരു പ്രത്യേക ഒരു ഫീലിങ്സ് കിട്ടുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ആ പൂവെല്ലാം കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടുന്ന് നമ്മൾ KSRTC ബസ്സിലാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഒരാൾക്ക് 70 രൂപയാണ് ചാർജ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടി 70 രൂപ. അങ്ങനെ ബസ്സിൽ കയറി പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ ബസ്സിൽ നിന്ന് അങ്ങനെ 3 ആളെല്ലാം ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പുറത്തെ കാഴ്ചകൾ അങ്ങനെ വീഡിയോസ് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും എന്തൊരു ഭംഗിയാണെന്നറിയാം. നമ്മൾ മുകളിൽ നിന്ന് താഴേക്കില്ല കാഴ്ച കാണുമ്പോൾ അത് ഇങ്ങനെ ദൂരത്താണ്. അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. അതെല്ലാം പൂന്തോട്ടാണ്, പലതരം കളറിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ താഴെ അനുഭവിച്ച ഒരു ഫീലേ അല്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, തണുപ്പും കാറ്റും. ചില വീഡിയോസിലെല്ലാം ഭയങ്കര കോടയുള്ള സമയമെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ പോയാലങ്ങനെ ഭയങ്കര കോടയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലിങ്സ്. കുറേ സമയം നമുക്ക് അവിടെ നിൽക്കണം എന്ന് തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് പിന്നെയും കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമ്മളവിടെ ചിലവഴിച്ചിട്ടില്ല. എന്നാലും നോക്കിയാൽ നിങ്ങൾ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ പുറത്തെ കാഴ്ചകൾ തന്നെ കാണാമെന്നറിയോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് അമ്പലത്തിലേക്ക് പോവാണ്. എനിക്ക് ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്, തീരെ പറ്റൂല. എന്നാലും കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിതാ അമ്പലത്തിലേക്ക് കയറുകയാണ്. കാറ്റ് എന്ന് പറഞ്ഞാലില്ലേ ഭയങ്കര കാറ്റായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഒരുപാട് വീഡിയോസിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം നേരിട്ട് അനുഭവിച്ചു. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ അമ്പലത്തിലേക്ക് കയറി. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ വീഡിയോസിലെല്ലാം ഒരുപാട് ക്യൂ നിന്നിട്ടെല്ലാം കയറുന്നത് കണ്ടിട്ടുണ്ടായിന്. ഞങ്ങളവിടെ എത്തിയത് എന്തായാലും കറക്റ്റ് ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഇതാ രേഖേച്ചിയാണ് ആദ്യം കയറിയത്. അപ്പോൾ സൈഡിൽ ഒരു സ്വാമിയാന്ന് തോന്നുന്നു, സ്വാമി രേഖേച്ചിക്ക് നല്ല നെറ്റിയിൽ നല്ല സൂപ്പർ പിന്നെ കുറിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പൈസയ്ക്ക് ചോദിച്ചു. അപ്പോൾ പൈസയെല്ലാം കൊടുത്തു. ആ കുറി ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനെല്ലാം വരച്ച് നെറ്റിക്ക് സൂപ്പറായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അമ്പലത്തിലെ കുറിയല്ലേ. അങ്ങനെ പിന്നെ നമ്മളിത് അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അത് എന്തോ പൂജ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലാണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കുറച്ച് സമയം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു പിന്നെ ഭയങ്കര ഒരു പുക വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മുഖം പൊത്തിയിട്ട് നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ നമുക്കത് ശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താണത് സംഭവം എന്നറിയില്ല. പിന്നെ അവിടെ നല്ലൊരു ചുവന്ന കുങ്കുമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ടിട്ട് ഞാൻ വെച്ചു. അകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും, എന്നാലും പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാനത് എടുത്ത് കുറി വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാനുള്ള ക്യൂവിലാണ്. അപ്പോൾ ഇത് ഈ സൈഡിലൊരു ഇത് കണ്ട, ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ പുക ഇങ്ങനെ വരുന്നത്. അത് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ, എന്തിനാ അങ്ങനെ അവർ പുക വിടുന്നത്, അത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ പൂജാ കാര്യങ്ങൾ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മൾ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു. നമ്മൾ നമ്മളെ നാടൻ ഭാഷ, ഞാൻ എൻ്റെ നാടൻ ഭാഷ തന്നെയാണ് കേട്ടോ പറയാം. എനിക്കങ്ങനെ എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ കുറച്ചല്ലാണ്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടതിൽ മുത്തപ്പനെ തൊവ്വാൻ നിന്നു, മുത്തപ്പനെ തൊഴുതു എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിനി. പിന്നെ തൊവ്വലല്ല തൊഴലാണ്. നമ്മൾ കണ്ണൂർ സ്ലാങ് അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ തൊവ്വ അല്ലെങ്കിൽ തൊവ്വ നിൽക്കുവാന്ന് അങ്ങനെയല്ല, അത് തൊഴുക എന്നുള്ള വേർഡിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നേരം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. ഇതാ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ആ ഒരു വ്യൂ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്, എന്തൊരു ഭംഗിയാണെന്നാ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോസിലെല്ലാം കണ്ടൊരു ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ബസ് വന്നിട്ട് വേണം ഇനി താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ബസ് ഇവിടെ ആളെ ഇറക്കിയിട്ട് തിരിച്ച് ആടിയിലെ ആളെയും കൂട്ടി പോവും. പിന്നെ വീടും താഴ്ന്ന ആളെ എടുത്തിട്ട് വരും. അങ്ങനെ ഇങ്ങനെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പോയി ക്യൂ നിന്നു. ഈ ഒരു സമയം വരെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ നടക്കുന്നുണ്ടായത്. എല്ലാവരെപ്പോഴും എല്ലാം ആസ്വദിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കലായിരുന്നു ഞാൻ. എന്നേരാണ് പെട്ടെന്ന് അമ്മമ്മക്ക് സുഖമില്ലാണ്ടായി എന്നുള്ള വിവരം കിട്ടിയത് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയി. എന്നാലും അന്നത്തെ ദിവസം പിന്നെ അങ്ങോട്ട് ഫുൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ ഇവരെ കൂട്ടത്തിൽ വന്നിട്ട് ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അതെല്ലാവരെയും ബാധിക്കൂലേ. അതുകൊണ്ട് തന്നെ ഞാൻ ചിരിച്ച് കളിച്ച് ഇവരെ കൂട്ടത്തിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സൈഡിൽ എന്താണ് അമ്മമ്മേനെ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന്.
എന്നാലും ഒരു ടെൻഷനായിരുന്നു. നമ്മളവിടുന്ന് വരുമ്പോഴത്തേക്ക് തന്നെ അമ്മമ്മ കഴിയാണ്ടായല്ലോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്നെ കുഴപ്പമില്ല എന്നെല്ലാം വിളിച്ച് പറഞ്ഞ നേരം കുറച്ച് ആശ്വാസമായി. പിന്നെ അങ്ങോട്ട് വീണ്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് താഴെ ഇറങ്ങി, ബസ് ഇറങ്ങിയതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഒരു കടയുണ്ട് ചന്ദനം തിരിയെല്ലാം വെക്കുന്നത്. അപ്പം വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ചെറിയൊരു കൂടി ചന്ദനത്തിരിക്ക് തന്നെ 100 രൂപയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് വന്നു. അങ്ങനെ ഇതാ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പിന്നെ സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ ഓരോരാൾ സ്നാക്സ് ആയിട്ട് പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിപ്സ് കിട്ടി, ചിപ്സും കഴിച്ചുകൊണ്ട് നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഏത് സ്ഥലത്തേക്കാണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ പാർട്ട് 2 വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.